PM കുസുമം പദ്ധതി കർഷകർക്കൊരു വലിയ അനുഗ്രഹമാണ്. 1000 രൂപ ഒരു മന്ത്ലി ചാർജ് കൊടുക്കുന്ന ഒരു കർഷകന് സോളാർ വെച്ചാൽ അതിലൊരു 8 മാസം കഴിഞ്ഞാൽ ഒരു 13,000 രൂപ ഇങ്ങോട്ട് കിട്ടുന്ന സ്ഥിതിയിലാണ് അത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആധുനിക കൃഷിരീതികളുടെ പ്രയോഗത്തിൽ മികച്ച വിജയം വരിച്ച കർഷകൻ കൂടിയാണ് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി. കാർഷിക പമ്പുകളുടെ സൗരോർജ്ജവൽക്കരണത്തിനായി വിഭാവനം ചെയ്തിട്ടുള്ള PM കുസും പദ്ധതിയിലൂടെ വലിയ ലാഭമാണ് ലഭിച്ചതെന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. 60% സബ്സിഡിയുണ്ട്, 40% കൃഷിക്കാരനെടുക്കണം. ഇപ്പോഴാണെങ്കിൽ പുതുതായ സ്കീമിൽ കൃഷിക്കാരന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് കൊടുക്കേണ്ട, 40% നബാർഡിൽ നിന്ന് ലോണ് തരാനുള്ളത് അത് മെല്ലെ ഇതിൻ്റെ ലാഭം കിട്ടിയതിൽ അടച്ചു കൊടുത്താൽ മതി. അതിൻ്റെ കൂടെ തന്നെ പ്രിസിഷൻ ഫാമിങ് മൈക്രോ ഇറിഗേഷനും കൂടി ചെയ്താൽ അതിൻ്റെ ലാഭം ഇരട്ടിയായിട്ട് വരും. മൈക്രോ ഇറിഗേഷൻ പ്ലസ് സോളാറും കൂടി ചെയ്താൽ വലിയൊരു മാറ്റമാണ് കൃഷിക്കാർക്ക് അതിൻ്റെ ഗുണം കിട്ടുക. പുനരുപയോഗ ഊർജ്ജ സാധ്യതകളെ കാർഷിക മേഖലയുടെ പുരോഗതിക്കായി വിനിയോഗിക്കുന്നത് ഭക്ഷ്യസുരക്ഷയ്ക്കും നാടിന്റെ സമഗ്ര പുരോഗതിക്കും ഏറെ അനിവാര്യമാണ്. ജനങ്ങൾക്ക് അന്നം നൽകുന്ന കർഷകർക്ക് അവരുടെ കൃഷിയിടങ്ങളിൽ തന്നെ ഊർജ്ജം ഉത്പാദിപ്പിച്ച് ജലസേചനത്തിന് ഉപയോഗിക്കാനാകുന്ന പദ്ധതിയാണ് PM കുസും. കർഷകന് യാതൊരു മുതൽ മുടക്കുമില്ലാതെ കാർഷിക പമ്പുകളുടെ സൗരോർജ്ജവൽക്കരണം നടത്തുന്ന പദ്ധതിയാണിത്. അനേർട്ട് വഴിയാണ് ഈ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കുന്നത്. 7.5 HP മോട്ടോർ ഓടുന്നുണ്ട് സുഖമായിട്ട്. അതിനുള്ള വൈദ്യുതി ഇവിടെ തന്നെ ഉൽപ്പാദിക്കപ്പെടുന്നുണ്ട്. ഇത് കർഷകർക്ക് വളരെ ഉത്തമപരമായ ഒരു പദ്ധതിയാണ്. കർഷകർക്ക് ഈ സ്വന്തം കൃഷിയിടത്തിൽ തന്നെ അവർക്ക് ആവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഒരു വളരെ അഭിമാനകരമായ ഒരു കാര്യമായിട്ടാണ് ഞങ്ങൾക്ക് കരുതാൻ സാധിക്കുന്നത്. കൃഷിഭൂമികളിൽ സൗരോർജ്ജ പാനൽ സ്ഥാപിക്കാനുള്ള ചെലവ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്ന് 60%, ഗുണഭോക്താവ് 40% എന്ന അനുപാതത്തിലാണ് പങ്കിടുന്നത്. ഗുണഭോക്താക്കളുടെയും സംസ്ഥാന സർക്കാരിന്റെയും വിഹിതം നബാർഡ് വായ്പയായി കണ്ടെത്തുന്നു. PM കുസും പദ്ധതിയിൽ കർഷകന് യാതൊരു മുതൽ മുടക്കുമില്ലെന്നു മാത്രമല്ല, ലോൺ അടവ് കാലാവധി കഴിയുന്ന മുറയ്ക്ക് കൃഷി ആവശ്യത്തിന് ഉപയോഗിച്ച് അധികമുള്ള വൈദ്യുതി KSEB ഗ്രിഡിലൂടെ വിൽക്കാനും അവസരമുണ്ട്. ഇത്തരത്തിൽ മിച്ച വൈദ്യുതിയുടെ വില കർഷകർക്ക് നേരിട്ട് ലഭ്യമാക്കുന്ന തരത്തിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. PM കുസും പദ്ധതിയുടെ ആദ്യഘട്ടം 2025 ഡിസംബറിൽ പൂർത്തിയാകും. സംസ്ഥാനത്തെ 2000-ഓളം കാർഷിക പമ്പുകൾ ഇതിനോടകം ഈ പദ്ധതിയുടെ ഭാഗമായി സൗരോർജ്ജവൽക്കരിച്ചു കഴിഞ്ഞു. ഇതുകൂടാതെ 9348 കാർഷിക പമ്പുകളിൽ സൗരോർജ്ജം ഉപയോഗിക്കാൻ കേന്ദ്രാനുമതി ലഭിച്ചിട്ടുമുണ്ട്.